إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وإذ أخذ ربك من بني آدم من ظهورهم ذريتهم وأشهدهم على أنفسهم ألست بربكم قالوا بلى شهدنا أن تقولوا يوم القيامة إنا كنا عن هذا غافلين. സ്നേഹാദരണീയരായ വിശ്വാസിനികൾ, പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയും വളരെ ഗൗരവത്തോടുകൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖിനെ അവൻ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാണ്. മനുഷ്യൻ അവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് റൂഹും ജസദും കൂടിച്ചേർന്നുകൊണ്ടാണ്. ജസദ് ശരീരമാണ്, മനുഷ്യ ശരീരം. ആ ശരീരം പുരുഷ ശരീരത്തിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന ബീജം സ്ത്രീ ശരീരത്തിലെ അണ്ഡവുമായി കൂടിച്ചേർന്ന് സിക്താണ്ഡം, സൈഗേറ്റ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറി അത് ഗർഭാശയത്തിൽ 280 ദിവസക്കാലത്തെ വളർച്ച പൂർത്തിയാകുമ്പോഴാണ് അതിന് മനുഷ്യ ശരീരം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ വളർച്ചയുടെ ഏകദേശം 4 മാസം പിന്നിടുന്ന ഘട്ടം, ആ ഘട്ടത്തിലേക്കാണ് ജസദിന്റെ കൂടെ റൂഹ് കൂടിച്ചേരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്ന, ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തുന്ന ഹദീസ്, ഇന്ന അഹദക്കും യുജ്മഉ ഖൽഖഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫ. അവന്റെ ഉമ്മയുടെ ഗർഭാശയത്തിനകത്ത് 40 ദിവസം നുത്ഫയായി മനുഷ്യൻ ഒരുമിച്ച് ചേർക്കപ്പെടുമെന്ന്. സുമ്മ യകൂനു അലഖതൻ മിസ്ല ദാലിക്, അതുപോലെയുള്ള ഒരു 40 ദിവസം അവൻ അലഖയായിരിക്കും. സുമ്മ യകൂനു മുളഗതൻ മിസ്ല ദാലിക്, അതുപോലെയുള്ള ഒരു 40 ദിവസം അവൻ മുളുഗത്തായിരിക്കുമെന്ന്. വളർച്ചയുടെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളാണ്. അതിന് അതിൻ്റെതായ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളുമുണ്ട്. അവിടേക്ക് ഇവിടെ പ്രവേശിക്കുന്നില്ല ഈ സന്ദർഭത്തിൽ. സുമ്മ, പിന്നീട് യുർസലു ഇലൈഹിൽ മലക് ഫയൻഫഖു ഫീഹി റൂഹ്, അവനിലേക്ക് റൂഹ് ഊതപ്പെടുമെന്ന്. 4 മാസം 120 ദിവസക്കാലത്തെ നുത്ഫയുടെ വളർച്ചയുടെ സന്ദർഭത്തിലാണ് അവനിലേക്ക് റൂഹ് നിക്ഷേപിക്കപ്പെടുന്നത്. റൂഹ്
മനുഷ്യ ശരീരത്തിലെ സുപ്രധാനമായ ഒരു ഭാഗമാണ്. ആ റൂഹ് ആദ്യമായി ഓരോ മനുഷ്യരുടെയും റൂഹിനെ സൃഷ്ടിക്കപ്പെടുന്നത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിനെ തുടർന്നായിരുന്നു. ആദം നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും ആ സൃഷ്ടിപ്പ് പൂർത്തിയായ ഘട്ടത്തിൽ തന്നെ സൂറത്ത് അഅറാഫിന്റെ 172 ആയത്തിൽ അല്ലാഹ് പറയുന്നു, വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദം, ആദമിന്റെ സന്തതികളെ നാം രൂപപ്പെടുത്തി, മിൻ ളുഹൂരിഹിം ദുരിയതഹും, ആദമിന്റെ മുതുകിൽ നിന്ന് തന്നെ ആദമിന്റെ പിൽക്കാലത്ത് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുസന്തതികളെയും അഥവാ മുഴുവൻ മനുഷ്യരുടെയും ആത്മാക്കളെ അള്ളാഹു ആദമിന്റെ മുതുകിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് അവരെ മുഴുവൻ സാക്ഷി നിർത്തി, എല്ലാവരെയും ഒന്നിച്ച് ഹാജരാക്കി വഅശ്ഹദഹും അലാ അൻഫുസിഹിം, അവരെ മുൻനിർത്തിക്കൊണ്ട് അവരെ കൊണ്ട് ഒരു സാക്ഷ്യം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. അള്ളാഹു ഒരു ചോദ്യം ചോദിച്ചു അവരോട് എല്ലാവരും കൂടി, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? മനുഷ്യൻ ചെയ്യുന്ന തിന്മ ശിർക്ക് കൊടിയ പാപമായി മാറാനുള്ള കാരണം അവനൊരു വലിയ കരാറ്, നീയാണ് റബ്ബ്, നീയാണ് ഖാലിഖ്, നീയാണ് മുദബ്ബിർ, നീയാണ് എല്ലാം നിയന്ത്രിക്കുന്നവനും സംരക്ഷിക്കുന്നവനും കൊണ്ടു നടക്കുന്നവനും സൃഷ്ടാവും എല്ലാറ്റിന്റെയും ഉടമയും നീയാകുന്നു എന്ന അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിലുള്ള സാക്ഷാത്കാരം, അതിന്റെ സാക്ഷിത്വം മനുഷ്യൻ അവന്റെ സൃഷ്ടിപ്പിന്റെ 1ാമത്തെ ഘട്ടത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. അത് പിന്നീട് ഖിയാമത്ത് നാളിൽ വിചാരണയുടെ സന്ദർഭത്തിൽ അവൻ ഉദ്ർ പറയാതിരിക്കാൻ, ഞാൻ അശ്രദ്ധയിലായി പോയി എന്ന് പറയാതിരിക്കാൻ, തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, അശ്രദ്ധയിലായി പോയിരുന്നു എന്ന് പറയാതിരിക്കുവാനുള്ള ഒരു മുൻ നടപടി അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. ഈ റൂഹിനെ ആദം നബിയുടെ മുതുകിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട റൂഹ് പിന്നീട് ജസദിലേക്ക്, മനുഷ്യ ശരീരങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ഓരോ മനുഷ്യരും അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ അവൻ 120 ദിവസം പിന്നിടുന്ന സന്ദർഭത്തിൽ അതിനിടയിലുള്ള ഒരു സമയമുണ്ട്. ആദം നബിയിൽ നിന്ന് എന്റെയും നിങ്ങളുടെയും ആത്മാക്കളുടെ റൂഹുകളെ അള്ളാഹു സൃഷ്ടിച്ച് നമ്മുടെ ഉമ്മമാരുടെ ഗർഭാശയത്തിനകത്തേക്ക് അത് നിക്ഷേപിക്കുന്നത് വരെയുള്ള കാലഘട്ടം നമുക്ക് ആർക്കും അറിയില്ല എവിടെയായിരുന്നുവെന്ന്. ആ കാലഘട്ടത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇൻസാനിന്റെ 1ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, ഹലതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ, മനുഷ്യന് ഒരു പ്രസ്താവയോഗ്യമായ ഞാൻ എവിടെയായിരുന്നു, ഞാൻ എന്തായിരുന്നു എന്ന് പറയുവാൻ സാധ്യമല്ലാത്ത വിധത്തിലുള്ള ഒരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ റൂഹിന്റെ സൃഷ്ടിപ്പിൽ നിന്ന് പടച്ചതമ്പുരാന്റെ അടുക്കൽ പ്രത്യേകമായി നിയന്ത്രണത്തിലുണ്ടായിരുന്ന റൂഹ് മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് വരുന്നു. അവിടെ നിന്ന് മനുഷ്യനെ ആ ജസദിൽ നിന്ന് ആ റൂഹ് വിട്ടുപിരിഞ്ഞു പോകുന്ന പ്രവർത്തനത്തിനാണ് മരണം എന്ന് പറയുന്നത്. അതെല്ലാവർക്കും സുനിശ്ചിതമാണ്. റൂഹിന് ഒരു വലിയ സഞ്ചാരഗതിയുണ്ട്. ആ സഞ്ചാരഗതിയിൽ ഒരു നിശ്ചിത കാലഘട്ടം റബ്ബിന്റെ അടുക്കൽ, പിന്നീട് ഒരു നിശ്ചിത കാലഘട്ടം മാതാക്കളുടെ ഗർഭാശയത്തിനകത്ത്, പിന്നീട് ഭൂമിയിൽ ഒരു നിശ്ചിത കാലഘട്ടം, പിന്നെ അവനെ വിട്ടു പോകും. പിന്നീട് അത് ബർസഖിലേക്ക്, അവന്റെ വിചാരണയുടെ കാലഘട്ടത്തിൽ തിരിച്ചു വരും. പിന്നീട് ചിലത് ഇല്ലിയീനിലേക്ക് പോകും എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഹദീസുകളിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മരണം എന്ന് പറയുന്നത് റൂഹും ജസദും തമ്മിലുള്ള ഒരു വേർപെടലാണ്. എത്ര തന്നെ ആഗ്രഹിച്ചാലും വിട്ടകലനമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചാലും ആർക്കും ഒഴിഞ്ഞു പോകാൻ കഴിയാത്തതാണ് ഓരോരുത്തരുടെയും മരണങ്ങൾ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് സജദയുടെ 11ാമത്തെ ആയത്തിൽ റബ്ബ് പറയുന്നു, ഖുൽ യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ വക്കില ബിക്കും ثم تردون الى عالم الغيب والشهاده فينبئكم بما كنتم تعملون ഖുൽ യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ വക്കില ബിക്കും ثم الى ربكم ترجعون, മരണത്തിന് ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ, ആ മലക്കുകൾ ഓരോരുത്തരെയും മരിപ്പിക്കുന്നതാണ്. സൂറത്ത് ജുമുഅയുടെ 8ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ ഓടിയകലുന്ന മരണത്തിൽ നിന്ന് ആളുകൾ ഓടിയകലാൻ ശ്രമിക്കും. അങ്ങനെ പറഞ്ഞാൽ ആർക്കും മരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പൊ ഒന്നും മരിക്കരുത്, ദീർഘകാലം ഇവിടെ ജീവിക്കണം, ദീർഘായുസ്സിന് വേണ്ടിയാണ് ആളുകളൊക്കെ പ്രാർത്ഥിക്കാറ്. ഈ ഒരു ജീവിതത്തെ അവർ ആസ്വദിക്കുകയാണ്. മരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യവുമാകും. റബ്ബ് നിശ്ചയിച്ച സമയത്ത് ആ മരണം വളരെ കൃത്യമായി അല്ലാഹു പറയുന്നു, വലികുല്ലി ഉമ്മത്തിൻ അജൽ,
ഓരോ ഉമ്മത്തിനും, എല്ലാവർക്കും, എല്ലാ സമുദായങ്ങൾക്കും ഒരു അജലുണ്ട്, ഒരു അവധിയുണ്ട്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട്, ഒന്ന് വൈകുക, ഒന്ന് നേരത്തെ ആവുക സംഭവിക്കുകയില്ല കുറഞ്ഞ ഒരു സമയത്തിനു. റബ്ബ് നിശ്ചയിച്ച ഒരു സമയമുണ്ട്, ആ സമയത്താണ് എല്ലാവരുടെയും മരണം. ആ സ്വാഭാവികമായ മരണം, ആ മരണത്തിന് കാത്തു നിൽക്കാതെ ചില ആളുകളൊക്കെ സ്വയം ജീവിതം അവസാനിപ്പിക്കാറ്. മലയാളത്തിൽ ആത്മഹത്യ, സൂയിസൈഡ്. ഇന്ന് സമൂഹത്തിൽ ഇത് വളർന്നുകൊണ്ടിരിക്കുന്നു. പ്രായ വ്യത്യാസഭേദമന്യേ സ്വയം മരണത്തെ വരിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ. റബ്ബ് നിശ്ചയിച്ച സമയത്ത് തന്നെയാണ് ഇത് നടക്കുന്നത്. റബ്ബിന്റെ ഖദറിന്റെ ഭാഗമാണ്. അള്ളാഹു ചില അസ്ബാബുകൾ, ചില സബബുകൾ, ഓരോരുത്തരുടെയും മരണത്തിന് ഓരോ സബബ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ സബബിന്റെ ഭാഗമാണ്. പക്ഷെ ഒരിക്കലും തെരഞ്ഞെടുക്കപ്പെടാൻ പാടില്ലാത്ത ഒരു നടപടിക്രമമാണ് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് മഹാ ഔദാര്യമായി ലഭിച്ച റൂഹിനെ ജസദിൽ നിന്ന് വേർപെടുത്തുന്ന പ്രക്രിയ എന്ന് പറയും. അതിന് വളരെ നിസ്സാരമായ കാര്യങ്ങളിൽ നിന്ന് പോലും ആത്മഹത്യകൾ പെരുകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അന്ത്യനാളിന്റെ അലാമത്തായി, അടയാളമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ആത്മഹത്യകൾ വർദ്ധിക്കും. നിസ്സാരമായ കാര്യങ്ങൾ, ചെറിയ കുട്ടികൾ അവർ കളിക്കാൻ വേണ്ടി ഉമ്മയുടെ മൊബൈൽ ഫോൺ ആവശ്യപ്പെട്ട് അത് നൽകാതിരുന്നതിന്റെ പേരിൽ സ്വന്തം മകൻ ആത്മഹത്യ ചെയ്ത ചരിത്രം, അത് നമ്മൾ കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. ഒട്ടും വിദൂരമല്ലാത്ത അവസ്ഥ. സാമ്പത്തികമായ വലിയ പ്രതിസന്ധികളെ നേരിടുന്ന കുടുംബങ്ങൾ കൂട്ടമായി, അപ്പയും ഉമ്മയും മക്കളും ഉൾപ്പെടെ കൂട്ടമായി കുടുംബത്തോടെ അവസാനിപ്പിക്കുന്ന കാഴ്ച. കേവലം സ്കൂളിൽ നിന്നൊരു ടൂർ, അതിനുവേണ്ടി പണം ആവശ്യപ്പെട്ട് പല കാരണങ്ങളാൽ നമ്മളൊക്കെ ചെയ്യുന്നതാണ്. പല കാരണങ്ങളിൽ അത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് റിജക്ട് ചെയ്യപ്പെട്ടാൽ പാപ്പ അങ്ങനെ പറയാൻ, ഉമ്മ അങ്ങനെ പറയാൻ, പോകേണ്ടതില്ല എന്ന് പറയാൻ ഒരു കാരണം ഉണ്ടായിരിക്കും. ആ കാരണങ്ങളിലേക്കൊന്നും ചിന്തിക്കാതെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് എയിം, തന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഭൗതികമായി താൻ താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ നിറവേറ്റപ്പെടലാണ് എന്ന് ചിന്തിക്കുകയും ആ ചിന്തകൾ, ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യങ്ങളുമായി യോജിച്ചു പോകാതെ കൂട്ടിമുട്ടുകയും ചെയ്യുമ്പോൾ നിരാശ ഉടലെടുക്കുകയും ടെൻഷൻ ഉണ്ടാവുകയും ദുഃഖമുണ്ടാവുകയും ജീവിതം അങ്ങ് ഒടുക്കിക്കളയാം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് സമൂഹമുള്ളത്. ഞാൻ ഖുതുബയുടെ സന്ദേശമായി എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കൈമാറാനുള്ളത്, നിരാശയില്ലാത്ത ജീവിതം, ദുഃഖമില്ലാത്ത ഒരു ജീവിതം, തിരിഞ്ഞു നോക്കിയാൽ ഒരു മനപ്രയാസവും അനുഭവിക്കാത്ത ഒരു ജീവിതം, ആ ജീവിതം ആർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുവോ അവനാണ് ഇവിടത്തെ വിജയി, അവനാണ് പരലോകത്തെ വിജയി. പരലോകത്ത് വെച്ചൊരു ദുഃഖം ഉണ്ടാവരുത്, തിരിഞ്ഞു നോക്കുമ്പോൾ ദുഃഖം ഉണ്ടാവരുത്. ദുനിയാവുന്ന 50, 60 പിന്നിട്ടവൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ കുടുംബത്തിലേക്ക്, വീട്ടിലേക്ക്, ബന്ധങ്ങളിലേക്ക്, കച്ചവടത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ, ഒരുപാട് വേദനകൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് നിരാശകൾ ഇല്ലാതിരിക്കുവാനുള്ള പരിഹാര മാർഗം വിശുദ്ധ ഖുർആൻ നമ്മുടെ മുൻപിൽ വരച്ചു കാണിക്കുന്നുണ്ട്. ഒരുപാട് ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിരാശയില്ലാതിരിക്കാൻ, നിങ്ങൾ ജീവിതത്തിൽ ദുഃഖിക്കാതിരിക്കാൻ, സങ്കടപ്പെടാതിരിക്കാൻ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ആ വചനങ്ങളിലേക്ക് അമിത വിശദീകരണങ്ങളില്ലാതെ, ഒട്ടും വിശദീകരിക്കാതെ ആ ആയത്തുകൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 38-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വ അലൈഹിസ്സലാമിനെയും സ്വർഗ്ഗലോകത്ത് നിന്ന് അല്ലാഹു ഇറക്കി വിടുക. ആ ഇറക്കി വിടുന്ന സമയത്ത് അവരോട് പറയാ, ഇഹ്ബിതു മിൻഹാ ജമീഅ, നിങ്ങൾ എല്ലാവരും ഒന്നടങ്കം ഇവിടുന്ന് ഇറങ്ങിപ്പോകണം, ഇപ്പൊ വിട്ടോളി. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ, എന്റെ അടുക്കൽ നിന്നുള്ള ഹുദ, മാർഗദർശനം, ഹിദായത്ത്, അത് നിങ്ങൾക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ ഫമൻ തബിഅ ഹുദായ, ആരാണോ എന്റെ മാർഗദർശനത്തെ പിൻപറ്റുന്നവൻ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവന് ദുഃഖിക്കേണ്ടി വരികയില്ല, അവന് സങ്കടപ്പെടേണ്ടി വരികയില്ല. റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള മാർഗദർശനമാകുന്ന വേദഗ്രന്ഥങ്ങൾ, ആ വേദഗ്രന്ഥങ്ങളെ ഓരോ കാലഘട്ടത്തിലും ആരാണോ സ്വീകരിച്ചവൻ
ആരാണത് പഠിച്ചവൻ, ആരാണത് പകർത്തിയവൻ, അവന് ജീവിതത്തിൽ ഒരു നിലക്കുമുള്ള ടെൻഷൻ ഉണ്ടാവുകയില്ല. ആത്മഹത്യയിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു പരിഹാര മാർഗമാണ് വിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് വെക്കുക എന്നുള്ളത്. പരലോകത്തെത്തിയാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ദുഃഖമില്ലാതിരിക്കാനുള്ള പരിഹാര മാർഗമാണ് പരിശുദ്ധ ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പുകളായി മാറുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയുടെ 62-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന ആമനൂ, വിശ്വസിച്ച ആളുകൾ, മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച ആളുകൾ, വല്ലദീന ഹാദൂ, യഹൂദന്മാരായ ആളുകൾ, വന്നസാറ വസ്വാബിഈൻ, നസാറാക്കളാവട്ടെ സ്വാബിഉകളാവട്ടെ, മൻ ആമന ബില്ലാഹ് വൽയൗമിൽ ആഖിർ വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിലുള്ള ഈമാൻ ഉണ്ടായിരിക്കുകയും അന്ത്യനാളിൽ വിശ്വസിക്കുകയും അവന്റെ കർമ്മങ്ങളെ അവൻ നന്നാക്കുകയും ചെയ്താൽ അവനുള്ള പ്രതിഫലം അവന്റെ റബ്ബിന്റെ അടുക്കലാണ്. അവൻ ഒരു നിലക്കുള്ള പ്രയാസവും ഒരു നിലക്കുള്ള ദുഃഖവും ഒരു നിലക്കുള്ള നിരാശയും അവനെ ബാധിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 112-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ, മുഹ്സിനായിക്കൊണ്ട്, സൽക്കർമ്മകാരിക്കൊണ്ട്, വൃദ്ധനായിക്കൊണ്ട്, ഏറ്റവും നല്ല ഉത്തമ മനുഷ്യനായിക്കൊണ്ട് തന്റെ മുഖത്ത് ആര് റബ്ബിലേക്ക് സമർപ്പിച്ചുവോ, ഫലഹു അജ്റുഹു ഇൻദ റബ്ബി, അവനുള്ള പ്രതിഫലം അവന്റെ റബ്ബിന്റെ അടുക്കലാണുള്ളത്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവൻ ഒരിക്കലും ഖേദിക്കേണ്ടി വരികയില്ല, അവൻ ഒരിക്കലും ഭയപ്പെടേണ്ടി വരികയില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 262-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് സുമ്മ ലാ യുത്ബിഊന മാ അൻഫഖൂ മന്നൻ വലാ അദൻ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ, ചെലവഴിച്ചു കഴിഞ്ഞതിന് ശേഷം താൻ കൊടുത്തതിന്റെ പേരിൽ മറ്റുള്ളവനെ ദ്രോഹിക്കാതിരിക്കുന്ന ആളുകൾ, അവർക്ക് നല്ല സമാധാനം ഉണ്ടാവും, അവർക്ക് അവരുടെ പ്രതിഫലം റബ്ബിന്റെ അടുക്കൽ ഉണ്ടായിരിക്കും. അവർക്ക് ഒരു നിലക്കുള്ള ദുഃഖമോ ഭയപ്പാടോ അവർ വെച്ചു പുലർത്തേണ്ടി വരികയില്ല എന്നുള്ളതാണ്. കൊടുത്തത് എടുത്തു പറഞ്ഞാൽ മനസാക്ഷി കുത്തുണ്ടാവും. കൊടുത്തിട്ട് ആരും അറിയാതെ സൈലന്റ് ആയിരുന്നാൽ റബ്ബിങ്കൽ നിന്നുള്ള ഒരു വലിയ പ്രതീക്ഷയും സമാധാനവും ആശ്വാസവും അവന്റെ ജീവിതത്തെ പിടികൂടുകയും ചെയ്യും. സൂറത്തുൽ ബഖറ 274-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു വീണ്ടും പറയുന്നു, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ, രാത്രിയും പകലും, രാവും പകലും വ്യത്യാസഭേദമന്യേ ഏത് സന്ദർഭത്തിലാണോ ചെലവഴിക്കേണ്ടത് ആ സന്ദർഭങ്ങളിലെല്ലാം ചെലവഴിക്കുന്ന ആളുകൾ, സിർറൻ വഅലാനിയ, രഹസ്യമായി ചെലവഴിക്കുന്ന ആളുകൾ, പരസ്യമായി ചെലവഴിക്കുന്ന ആളുകൾ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് അതിന് അർഹമായ പ്രതിഫലം അവരുടെ റബ്ബിന്റെ അടുക്കൽ ഉണ്ടായിരിക്കും. അവർക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടി വരികയില്ല, ഒന്നും ആലോചിച്ചവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല. വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു സൂറത്തുൽ ബഖറയുടെ 277-ാമത്തെ ആയത്തിലൂടെ, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ വെച്ചു പുലർത്തുകയും ചെയ്ത ആളുകൾ, വഅഖാമുസ് സ്വലാത്ത്, നമസ്കാരം നിലനിർത്തിയ ആളുകൾ, വഅതുസ് സകാത്ത്, സകാത്ത് കൃത്യമായി നിർവഹിച്ച ആളുകൾ, ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അർഹമായ അവർക്കുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം അവരുടെ റബ്ബിന്റെ അടുക്കലായിരിക്കും. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഒന്നിനെയും ആലോചിച്ച് ബേജാറാവേണ്ടി വരികയില്ല, അവർക്ക് ഒന്നിനെ കുറിച്ചും ദുഃഖമുണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിൽ അല്ലാഹു പറയുന്നു, ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹിഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ നൽകിയത് കൊണ്ട് സന്തുഷ്ടരായി തീരുന്ന ചില ആളുകളുണ്ട്. നാളെ സ്വർഗ്ഗലോകത്ത് സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പിന്നിൽ നിന്ന് തങ്ങളുടെ പിറകിൽ നിന്ന് വന്നു ചേർന്നിട്ടില്ലാത്ത ചില ആളുകളുണ്ട്. ആ ആളുകളെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ പോലും സമാധാനമടയുന്ന ചില ആളുകൾ, അവർക്ക് ഒന്നിനെ സംബന്ധിച്ചും ഭയപ്പെടേണ്ട ഒരവസ്ഥയില്ല. സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് പിറകെ വരാനിരിക്കുന്ന ഒന്നിനെ കുറിച്ചും ഒരു ബേജാറിന്റെ ആവശ്യമില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇംറാനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു വീണ്ടും പറയുന്നു,
സൂറത്ത് അൻആമിന്റെ 48-ാമത്തെ ആയത്തിലൂടെ വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ, മുബശ്ശിറുകളായിക്കൊണ്ട് മുൻദിറുകളായിക്കൊണ്ട് താക്കീതുകാരും മുന്നറിയിപ്പുകാരുമായി കൊണ്ടല്ലാതെ നമ്മുടെ ദൂതന്മാരെ നാം നിയോഗിച്ചിട്ടില്ല. ഫമൻ ആമന വഅസ്ലഹ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആരാണോ ആ ദൂതന്മാരിൽ വിശ്വസിച്ചവർ, ആരാണോ സ്വന്തം നിലപാടുകളെ നന്നാക്കിയ ആളുകൾ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. വിശുദ്ധ ഖുർആൻ 25-ലധികം വചനങ്ങളിലൂടെയാണ് ആയത്തുകൾ അവസാനിപ്പിക്കുന്നത്. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന വചനം കൊണ്ട്. സഹോദരന്മാരെ, എന്താണ് ആയത്തുകളിൽ ആവർത്തിച്ചു പറയുന്നത്? ഒന്ന്, അല്ലാഹുവിലുള്ള ഈമാനാണ്. 2, ആഖിറത്തിലുള്ള ആ ഈമാനാണ്, വിശ്വാസമാണ്. 3, പ്രവാചകന്മാരെ സത്യപ്പെടുത്തലും അവരെ അംഗീകരിക്കലുമാണ്. 4, വേദഗ്രന്ഥങ്ങളിലെ തത്വങ്ങളെ, ആശയങ്ങളെ അതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് ജീവിക്കലാണ്. അതിനെ ജീവിതത്തിലേക്ക് പകർത്തി വെക്കലാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതമാണ്. നിലപാടുകൾ നന്നാക്കലാണ്. ഇസ്തിഖാമത്തിനെ കുറിച്ച് പറയുന്നുണ്ട് മറ്റൊരു വചനത്തിൽ. ഈമാൻ ഉണ്ടാവുകയും ആ ഈമാനിൽ നേരെ ചൊവ്വെ നിലനിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പരലോകത്തെ കുറിച്ച് മുന്നോട്ട് ആലോചിക്കുമ്പോൾ ആളുകൾക്ക് ഭയപ്പാടാണ്. ചില കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇനി ഞാൻ എന്ത് എന്നുള്ളതാണ്. സാമ്പത്തികമായ പ്രതിസന്ധിയുണ്ട് മുൻപിൽ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് വിട്ടുമാറാത്ത രോഗങ്ങളുമായി കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന കുടുംബങ്ങളുണ്ട്. ജീവിതത്തിന്റെ മുൻപിൽ, അതിന്റെ ഒഴുക്കിന്റെ മുൻപിൽ പ്രതിസന്ധിയായി അന്താളിച്ചു നിൽക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനോടാണ് ഖുർആൻ പറയുന്നത്, പ്രതീക്ഷ വെച്ച് പുലർത്തുക. പടച്ച തമ്പുരാനിങ്കിൽ നിന്നുള്ള സഹായത്തിലും അവന്റെ ഖുദ്റത്തിലും അവന്റെ നുസ്റത്തിലും അവന്റെ റഹ്മത്തിലും ശക്തമായ ഈമാൻ ആർക്കുണ്ടോ ആ ഈമാനിനെ നേടിയെടുക്കേണ്ടത് വേദഗ്രന്ഥത്തിൽ നിന്നാണ്. വേദഗ്രന്ഥത്തിന്റെ വചനങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ആരെ സംബന്ധിച്ചിടത്തോളം മുന്നിലേക്ക് ചിന്തിച്ചാലും പിറകിലേക്ക് ചിന്തിച്ചാലും അവനൊരു ദുഃഖമോ അവനൊരു ഭയപ്പാടോ അവനൊരു നിരാശയോ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിന്റെ 62-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അലാ, നിങ്ങൾ അറിയണം, നിങ്ങൾ അറിഞ്ഞേക്കണം, ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, വലിയകളായ ആളുകൾ, അവർക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അവർ ഒരു ദുഃഖവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അള്ളാന്റെ ഔലിയാക്കന്മാരായി മാറിയാൽ മതി. ആരാ അള്ളാന്റെ ഔലിയാക്കന്മാർ? തൊട്ടടുത്ത ആയത്തിൽ, യൂനുസിന്റെ 63-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നു, അല്ലദീന ആമനൂ, അവർ ഈമാനുള്ള ആളുകളാണ്, വിശ്വാസമുള്ളവരാണ്. വകാനൂ യത്തഖൂൻ, അവർ തഖ്വയുള്ള ആളുകളാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുകയും അള്ളാഹുവിന്റെ വിരോധനങ്ങളെ ജീവിതത്തിൽ നിന്ന് അവർ ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ. ആ പറയിൽ നിൽക്കുന്ന ആളുകൾ മേലെ കയറിപ്പോ, അവിടെ ഇരിക്കാൻ സൗകര്യം, സൊഫിന്റെ ഇടയിലുള്ള ഗ്യാപ്പുകളൊക്കെ അടക്കുക, ഫ്രണ്ടിലേക്ക് കയറി. ജീവിതത്തിൽ റബ്ബിന്റെ കൽപ്പനകളെ സ്വീകരിക്കുകയും റബ്ബിന്റെ വിരോധനങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് ഒരു യഥാർത്ഥ മുത്തഖിയുടെ ജീവിതം ആര് വെച്ചു പുലർത്തുന്നുവോ അവനാണ് അള്ളാഹുവിന്റെ ഔലിയ. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നിനെയും ഭയപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യേണ്ടി വരികയില്ല എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളെ വിളിക്കുന്നുണ്ട്. യാ ഇബാദ്, യാ ഇബാദ്, ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ വലാ അൻതും തഹ്സനൂൻ. നിങ്ങൾ ഒന്നിനെയും പേടിക്കണ്ട, നിങ്ങൾക്ക് ഒരു ദുഃഖത്തിന്റെ ആവശ്യമില്ല. റബ്ബിന്റെ അടിമകളെ വിളിക്കുക. ആരാ അടിമകൾ? ആരെയാണ് റബ്ബ് ഇബാദ് എന്ന് സൂറത്ത് സുഹ്റഫിന്റെ 69-ാമത്തെ ആയത്തിൽ റബ്ബ് വിളിച്ചത് ആരെയാണ്? അല്ലദീന ആമനൂ ബിആയാതിനാ വകാനൂ മുസ്ലിമീൻ. അവർ നമ്മുടെ ആയത്തുകളിൽ വിശ്വസിച്ച ആളുകളാണ്. റബ്ബിന്റെ ആയത്തുകളിലൂടെ, പ്രകൃതി ദൃഷ്ടാന്തങ്ങളിലൂടെ, തെളിവുകളിലൂടെ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ അള്ളാഹുവിനെ എങ്ങനെ പരിചയപ്പെടുത്തുന്നുവോ അങ്ങനെ വിശ്വസിക്കുകയും ആ റബ്ബിന്റെ മുൻപിലേക്ക് സമ്പൂർണമായി കീഴൊതുങ്ങുകയും ചെയ്ത ആളുകളാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാർ. ആ ദാസന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് വളരെ നിസ്സാരം. അവന് ദുനിയാവിലെ കേവലം സാമ്പത്തിക പ്രശ്നങ്ങളല്ല, ദുനിയാവിന്റെ എത്ര വലിയ, ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വൻ പ്രതിസന്ധികൾ മുൻപിലേക്ക് വന്നാലും അവൻ അതൊന്നും കാര്യമായ ഒരു പ്രശ്നമായി മാറുകയില്ല. ജീവനൊടുക്കുന്നതിനെ കുറിച്ചൊന്നും അവൻ ചിന്തിക്കുക പോലും. നിരന്തരമായ രോഗം,
രോഗത്തിന് കിടപ്പറയിൽ നിന്ന് എന്റെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും സാധ്യമല്ലാതെ വർഷങ്ങളോളം കിടന്ന പ്രവാചകന്മാർ അവരാരും ആത്മഹത്യയെക്കുറിച്ചൊന്നും അവർ ചിന്തിച്ചിട്ടില്ല. അവർക്ക് ഈമാൻ ഉണ്ടായിരുന്നു, റബ്ബിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയെ മുൻനിർത്തിക്കൊണ്ട് അവർ പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് റബ്ബ് ഉത്തരം നൽകിയിട്ടുണ്ട്. ആ പ്രതിസന്ധികളിൽ നിന്നെല്ലാം റബ്ബ് അവരെ തരണം ചെയ്തവരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ഈമാനിന്റെ ഉടമകളായി തീരുക. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകളും ആ പഠിക്കുന്നതൊക്കെ കേവലം കേൾവികൾക്കപ്പുറത്ത് ജീവിതത്തിന്റെ ഓരോ ചുവടുകൾ മുന്നോട്ട് വെക്കുമ്പോൾ ആ മുന്നോട്ട് വെക്കുന്ന ഓരോ കാൽപാദങ്ങൾക്കുമുള്ള മാർഗദർശനത്തിന്റെ യഥാർത്ഥ വഴിയായിക്കൊണ്ട് ഖുർആനിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. പ്രവാചക അധ്യാപനങ്ങളെ ആ പ്രവാചകന്മാരെ നിയോഗിച്ചത് താക്കീതുകാരായിക്കൊണ്ടാണ്. അവരിൽ വിശ്വസിക്കുക. ആ പ്രവാചകന്റെ വചനങ്ങളെ, ഹദീസുകളെ അത് ജീവിതത്തിന്റെ മാർഗമായി സ്വീകരിക്കുക. ഈ രൂപത്തിലുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിച്ചാൽ സമ്പൂർണമായ മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു സമാധാനപൂർണമായ ജീവിതം നയിക്കുവാൻ നിരാശയില്ലാത്ത, ദുഃഖമില്ലാത്ത, ഖേദങ്ങളില്ലാത്ത, റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ റബ്ബുനാ യർദാ والصلاة والسلام الأتمان الأكملان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين أما بعد يا أيها الناس أوصيكم إياي ثانيا بتقوى الله. സഹോദരന്മാർ, അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന്, അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും വളരെ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുക. ആത്മഹത്യ വളരെ ഗൗരവമേറിയ ഒരു പാപമായിക്കൊണ്ട്, ഒരു തിന്മയായിക്കൊണ്ടാണ് ഇസ്ലാം പരിചയപ്പെടുന്നത്. നമ്മുടെ മക്കൾ, നമ്മുമായി ബന്ധപ്പെട്ട ആരും അത്തരത്തിലുള്ള ഒരു ചിന്താഗതികളിലേക്കും ഒരു സന്ദർഭത്തിലും കടന്നു ചെല്ലാൻ പാടുള്ളൂ. ആ വിഷയത്തിലുള്ള ശക്തമായ ബോധവൽക്കരണങ്ങൾ നമ്മുടെ കുടുംബ സാഹചര്യങ്ങളിൽ നമ്മൾ നടത്തേണ്ടത്. റബ്ബ് അത്തരത്തിലുള്ള ആളുകൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ശിക്ഷയെ സംബന്ധിച്ച് അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖതല നഫ്സഹു, ആരെങ്കിലും അവനെ കൊന്നാൽ, സ്വന്തത്തെ വധിച്ചാൽ, ബിഹദീദത്തിൻ ഫഹദീദതുഹു ഫീ യദിഹി യതവജ്ജഅ ബിഹാ ഫീ ബത്നിഹി ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് സ്വയം അവന്റെ ശരീരത്തിൽ ഉപദ്രവമുണ്ടാക്കി അവൻ സ്വയം മരണത്തിന് വിധേയനായി കഴിഞ്ഞാൽ നരകത്തിൽ അവന്റെ കയ്യിൽ അപ്രകാരം ഒരു ആയുധം ഉണ്ടായിരിക്കും. അവനെ വധിച്ചുകൊണ്ടിരിക്കും. നരകത്തില് ആളുകള് പല കാറ്റഗറിയാണ്. ഒരിക്കലും മരിക്കാത്ത ആളുകൾ, ശിക്ഷ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. മരിക്കുന്ന ചില ആളുകൾ മരിക്കുകയും എന്നിട്ട് അവരെ സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്ന ആളുകൾ. ആത്മഹത്യ ചെയ്തവൻ, അവൻ ആയുധം കൊണ്ട് അവൻ സ്വയം കുത്തി പരിക്കേൽപ്പിച്ച് അവൻ മരണപ്പെടുകയും പിന്നീട് അവന് വീണ്ടും ജീവൻ ആവർത്തിച്ചു നൽകുകയും അവൻ വീണ്ടും ആത്മഹത്യ ചെയ്യുകയും, എങ്ങനെയാണോ, ഏത് മാർഗം ഉപയോഗിച്ചുകൊണ്ടാണോ ദുനിയാവിൽ അള്ളാഹ് കനിഞ്ഞരുളിയ ആ റൂഹിനെ അവൻ വേർപെടുത്താൻ അവൻ ശ്രമിച്ചത്, അതേ പ്രവർത്തനം, അതേ പ്രയാസം അവൻ വീണ്ടും അവന്റെ ആഖിറത്തിലെ ജീവിതത്തിൽ ആവർത്തിച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കും. റസൂലുള്ളാഹ് തുടരുകയാണ്, വമൻ ശരിബ സമ്മൻ ഫഖതല നഫ്സഹ, ഒരാള് വിഷാംശമുള്ള ഒരു വസ്തു ഭക്ഷിക്കുകയും കുടിക്കുകയും എന്നിട്ട് അവനെ തന്നെ വധിക്കുകയും ചെയ്താൽ ഫഹുവ യതഹസ്സഹു ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, അവൻ അതേ പ്രവർത്തനം തന്നെ നരകത്തിൽ അവൻ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. റസൂലുള്ളാഹ് വീണ്ടും പറയുന്നു, വമൻ തറദ്ദ മിൻ ജബൽ, ഒരു പർവ്വത മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് വീഴുകയാണ്, ഫഹുവ ഫഖതല നഫ്സ ഫഹുവ യതറദ്ദ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, അവൻ നരകത്തിൽ ഈ ഒരു പ്രവർത്തനം ആവർത്തിച്ചുകൊണ്ട് പർവ്വത മുകളിലേക്ക് കയറുന്നു, താഴേക്ക് ഉരുണ്ടു വീഴുന്നു, അവൻ മരണപ്പെടുന്നു, വീണ്ടും കയറുന്നു, വീണ്ടും അവൻ താഴേക്ക് ഉരുണ്ടു വീഴുന്നു. ഇത് ഖാലിദൻ മുഖല്ലദൻ ഫീഹാ,
ഒരിക്കലും അവസാനിക്കാതെ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്നുള്ളത്. എന്നിട്ടൊരു ഹദീസിൽ കാണാം, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, അല്ലദീ യഖ്നുഖു നഫ്സഹു യഖ്നുഖഹാ ഫിന്നാർ. ഒരാൾ കഴുത്ത് ഞെരുക്കി കയറിലോ മറ്റോ ബന്ധിച്ച് കഴുത്ത് ഞെരുക്കിക്കൊണ്ട് അവൻ മരണം വരിച്ചു കഴിഞ്ഞാൽ നരകത്തിലും അവൻ ഇത് തന്നെ അവൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വ്യത്യസ്തങ്ങളായ ലഫ്ളുകളിലൂടെ ഈ ഒരു ആശയത്തെ നമ്മെ പഠിപ്പിച്ചു. ആത്മഹത്യ അത് നരകത്തിലേക്ക് എത്തിച്ചു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് കേട്ട് അനുഭവമുള്ള ചരിത്ര സംഭവം ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഷഹീദിനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ ലിറജുലിൻ മിമ്മൻ യദ്ഈ അൽ-ഇസ്ലാം ഹാദാ മിൻ അഹ്ലിൻ നാർ. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു. ആ യുദ്ധത്തിൽ വളരെ ശക്തമായി ഇസ്ലാമിന് വേണ്ടി ധീരധീരം പോരാടുന്ന ഒരു വ്യക്തിയെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നഹു ഫിന്നാർ, അവൻ നരകത്തിലാണ്. യുദ്ധത്തിലുള്ളത് ആള് യുദ്ധത്തിലാണ്, ശത്രുവിനെതിരെ പോരാടുകയാണ്, മറ്റുള്ളവരെ വെട്ടി വീഴ്ത്തുന്നുണ്ട്, അരിഞ്ഞു വീഴ്ത്തുന്നുണ്ട്. യുദ്ധത്തിൽ ശക്തമായ പോരാട്ടം നടത്തുന്ന മുന്നേറുന്ന ഒരു യോദ്ധാവ്, മുസ്ലിം യോദ്ധാവ്, അവൻ നരകത്തിലാണ്. ഫലമ്മ ഹളറൽ ഖിതാലു ഖാതല റജുൽ ഖിതാലൻ ശദീദൻ ഫഅസാബതുഹു ജിറാഹതൻ. അവൻ ശക്തമായ അവന്റെ തേരോട്ടത്തിനിടയിൽ, അവന്റെ പോരാട്ടത്തിനിടയിൽ ആയുധം കൊണ്ട് അവന്റെ ശരീരത്തിൽ ഒരു വലിയ മുറിവ് സംഭവിക്കുകയാണ്. ഖീല യാ റസൂലല്ലാഹ് അല്ലദീ ഖുൽത ലഹു ഇന്നഹു മിൻ അഹ്ലിൻ നാർ ഫഇന്നഹു ഖദ് ഖാതല അൽ-യൗമ ഖിതാലൻ ശദീദൻ വഖദ് മാത്. എങ്ങനെയാണ് ആ വ്യക്തിയെ കുറിച്ച് റസൂലെ നിങ്ങൾ അദ്ദേഹം നരകത്തിലെന്ന് പറയാം? ഇന്നത്തെ യുദ്ധത്തിൽ വളരെ ശക്തമായ പോരാട്ടമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം മരിച്ച നരകത്ത് പോകുന്ന എങ്ങനെ പറയാൻ സാധിക്കും? ചെറിയ പോരാട്ടം എന്നല്ല, ശക്തമായ തേരോട്ടമാണ് അദ്ദേഹം നടത്തിയത്. എന്നിട്ട് ചില സ്വഹാബികൾ അദ്ദേഹത്തെ പിന്തുടരുകയും ആ പിന്തുടരുന്ന സമയത്ത് യുദ്ധത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് മുറിവേറ്റു. ആ ഏറ്റ മുറിവ്, അതിന്റെ വേദന സഹിക്കാൻ കഴിയാതെ അദ്ദേഹത്തെ പിന്തുടർന്ന ആളുകൾക്ക് കാണാൻ വേണ്ടി സാധിച്ചത്, അദ്ദേഹം രാത്രിയുടെ ഇരുട്ട് ആയ സന്ദർഭത്തിൽ ഫലമ്മ കാന മിനൽ ലൈൽ ലം യസ്ബിർ അലൽ ജിറാഹി ഫഖതല നഫ്സഹു. തന്റെ ആയുധം കൊണ്ട് മുറിവേറ്റ വേദനയിൽ ക്ഷമിക്കാൻ സാധിക്കാതെ രാത്രിയായപ്പോൾ അദ്ദേഹം തന്റെ ആയുധത്തിലേക്ക് മലർന്നു കിടന്നുകൊണ്ട് അദ്ദേഹം സ്വന്തത്തെ ഹനിച്ചു കളയുന്ന, ആത്മഹത്യ ചെയ്യുന്ന കാഴ്ചയാണ് രാത്രിയിൽ ഇവർ കാണുന്നത്. ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അന്നി അബ്ദുല്ലാഹ്. എന്നിട്ട് റസൂലുള്ളാഹി ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു, യാ ബിലാൽ. ثم امر بلال فنادى بالناس انه لا يدخل الجنه الا نفس مسلمه. ബിലാലെ, മുസ്ലിമായ ആളല്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഒരാളുടെ ഇസ്ലാമിൽ നിന്നുള്ള വ്യതിചലനമാണ് അയാൾ സ്വന്തം നഫ്സിനെ ഹനിച്ചു കളയുക എന്നത്. ആത്മഹത്യ ചെയ്ത ആളുകളെ മയ്യത്ത് നമസ്കരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്നദ്ധത പ്രകടിപ്പിച്ചു. റസൂലുള്ളാഹി ഇമാമത്ത് നിന്നിട്ടില്ല. യുദ്ധം ചെയ്യുന്ന മുസ്ലിമിനെ കുറിച്ച് ഇന്നഹു ഫിന്നാർ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. നരകത്തിലുള്ള ഭീകരമായ അവസ്ഥകളെ കുറിച്ച് വിശദീകരിച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാര്, ജീവിതത്തിൽ നിരാശയില്ലാതെ ജീവിക്കാൻ പരിശ്രമിക്കുക. അതിന് മതം പഠിപ്പിച്ച മാർഗങ്ങളെ സ്വീകരിക്കുക. പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള അള്ളാഹുവിലേക്ക് മടങ്ങുവാൻ, ആ റബ്ബിന്റെ മുൻപിലേക്ക് തവക്കുലാക്കുവാൻ, അവന്റെ മുൻപിലേക്ക് സമർപ്പിക്കുവാൻ നമ്മൾ സന്നദ്ധരാകും. കുട്ടികളെയൊക്കെ ശക്തമായ മാനസിക ധൈര്യമുള്ള മക്കളാക്കി വളർത്താൻ ഇന്നത്തെ പുതുതലമുറ ആ മേഖലയിൽ ഒരുപാട് പിറകിൽ. പല കാരണങ്ങൾ, തോൽവികൾ അവരുടെ മനസ്സുകൾക്ക് താങ്ങാൻ കഴിയും. അതിൽ ഒരു കാരണമായി പറയുന്നത് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നവർ കളിക്കുന്ന ഗെയിമുകളാണ്. ഗെയിം ഒരു സ്റ്റെപ്പ് ജയിച്ചാൽ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക്, അവിടുന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക്, അവിടുന്ന് അടുത്ത സ്റ്റെപ്പ്. തോൽവിയില്ല. വീഡിയോ ഗെയിമുകളിൽ എന്തില്ല? തോൽവിയില്ല. ജയിച്ച് മുന്നേറല്ല, ജയം മാത്രമായിരിക്കും എല്ലായിടത്തും എന്നവർ തെറ്റിദ്ധരിച്ചു. ഇവരുടെ ജീവിതം മുഴുവൻ, ഒരു ദിവസത്തിലെ 24 മണിക്കൂറിലും നല്ലൊരു ശതമാനം പുതുതലമുറ കുട്ടികൾ അവരുടെ വീഡിയോ ഗെയിമുകളുടെ മുൻപിലാണ്. ജയത്തിന്റെ ലോകത്താണ്. പരാജയത്തൊക്കെ SSLC-യിൽ മാർക്കൊന്ന് കുറയുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല.
അത്രമാത്രമുള്ള മാനസികമായ ദൗർബല്യത്തിന്റെ അടിമകളായിക്കൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും മക്കൾ നമ്മുടെ വീടുകളിൽ കഴിഞ്ഞുകൂടുന്നത് എന്ന ഒരു തിരിച്ചറിവ് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്കുണ്ടായിരിക്കണം. പരിഹാര മാർഗം ഒരേ ഒരു മാർഗമാണ് അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിലേക്കുള്ള മടങ്ങി വരലാണ്. അവർക്ക് മതാധ്യാപനങ്ങൾ നൽകാനാണ്, റബ്ബിനെ കുറിച്ചുള്ള അറിവ് അവർക്ക് പകർന്നു നൽകാനാണ്. അതിനാവശ്യമായ നടപടിക്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. പള്ളിയിലേക്ക് വരുമ്പോ കുട്ടികൾ ഉണ്ടാവണം രണ്ട് കയ്യിലും. മദ്രസയിൽ കൃത്യമായി അവരുണ്ടാവണം. പ്രയാസമുണ്ട്, മുമ്പിലിരിക്കുന്ന ആളുകൾ അധികം ഇവിടെ പരിസരത്തുള്ള ആളുകളോട് പറയാം. കഴിഞ്ഞ ഞായറാഴ്ച മദ്രസയിൽ 215 കുട്ടികളാണ്, 30% ആബ്സെന്റ്. 30% ആബ്സെന്റ്. ഓരോ കുട്ടികൾ ഇങ്ങനെ വിളിച്ചിങ്ങനെ ചോദിച്ചാൽ എവിടെയായിരുന്നു? ട്യൂഷൻ ഉണ്ടായിരുന്നു. വേറൊരുത്തനോട് എവിടെയായിരുന്നു? കോൽക്കളി പ്രാക്ടീസിന് പോയതായിരുന്നു. വേറൊരുത്തനെ വിളിച്ച് എവിടെ പോയിരുന്നു? ഞാൻ വോളിബോൾ പ്രാക്ടീസിന് പോയതായിരുന്നു, ഒപ്പന പ്രാക്ടീസിന് പോയത്. ഒരു ബോധമില്ലാത്ത കുറെ തന്താരും കുറെ തള്ളാരും, ഒരു തിരിച്ചറിവുമില്ലാത്ത കുറെ രക്ഷിതാക്കൾ. എന്നിട്ട് പ്രയാസങ്ങളെ നേരിടുമ്പോ കരയാൻ, കൂട്ടക്കരച്ചിന് കരയാൻ ഇഷ്ടം പോലെ ആളും. ഒരു പ്രയോജനം ഉണ്ടാവും, ഒരു പ്രയോജനം ഉണ്ടാവില്ല. ദുരന്തങ്ങൾക്ക് ശേഷമുള്ള വിലാപങ്ങൾ, ദുരന്തങ്ങൾക്ക് ശേഷമുള്ള വിലാപങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന തിരിച്ചറിവ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ നിങ്ങൾ വെച്ചു പുലർത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളി ജുമാ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്, പടികൾ ആരംഭിക്കാം. ധാരാളം ആളുകൾ സാമ്പത്തികമായ പിന്തുണയുമായി വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലത്തെ നൽകുമാറാവട്ടെ. പണം ധാരാളം ആവശ്യമുണ്ട്. ഒരു 10-25 വർഷത്തേക്ക് മുൻകൂട്ടി കണ്ടറിഞ്ഞുകൊണ്ട് പുറകിലേക്ക് മറ്റൊരു മെയിൻ്റനൻസ് ആവശ്യമില്ലാത്ത വിധം പ്ലാൻ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി കൊണ്ടാണ് പള്ളി മുന്നോട്ട് പോകുന്നത്. വലിയ ഒരു എമൗണ്ട് ആ മേഖലയിലേക്ക് ആവശ്യമുണ്ട്. ധാരാളം ചെലവഴിക്കുക. ചെലവഴിക്കുന്ന ആളുകൾക്ക് വലിയ സമാധാനം ഉണ്ടാവും. സ്വതക്ക എന്നാണ് അറബിയിൽ പറയാ. സ്വതക്ക എന്ന അറബി പദം ഉണ്ടാകുന്നത് സിദ്ഖിൽ നിന്ന്. സിദ്ഖ് സത്യസന്ധതയാണ്. ഒരാളുടെ ഈമാൻ സത്യസന്ധമാണ് എന്നതിന്റെ അടയാളമാണ് സ്വതക്ക. ഒരാൾ പിശുക്കി കഴിഞ്ഞാൽ അവന്റെ ഈമാനിൽ സിദ്ഖില്ല എന്നാണ്. സംഗതി ഞാൻ ഈമാനുള്ളവനെ മുസ്ലിമാന്ന് പറഞ്ഞാൽ നടക്കുക എന്നല്ലാതെ അതിന്റെ ഒരു പ്രകടമായ രൂപം അത് സ്വതക്കയിലൂടെയാണ് രൂപപ്പെടുക എന്നുള്ളത്. ഒന്നിച്ചു വലിയ എമൗണ്ട് ഒന്നും കൊടുക്കാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും. എല്ലാ വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് പള്ളി ഒരു 5, 6, 7 മാസം എടുക്കും. പള്ളിയുടെയും മദ്രസയുടെയും മൊത്തത്തിലുള്ള പണികളൊക്കെ പൂർത്തിയായി വരുമ്പോഴേക്കും എല്ലാ ആഴ്ച ഒരു 500, 1000 വെച്ച് കൊടുത്താൽ ഒന്നിച്ചു കൊടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് വലിയ ഒരു നേട്ടമായിരിക്കും. തന്റെ പരലോകത്തെ ആഗ്രഹിക്കുകയും റബ്ബിന്റെ മുൻപിലുള്ള വിചാരണയെ പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ധാരാളമായി ദീനിന്റെ മാർഗത്തിൽ ആണും പെണ്ണും ചെറുതും വലുതും കുട്ടികളും എല്ലാവരും ചെലവഴിക്കുക. അള്ളാഹു ചെലവഴിച്ചതെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നാളെ മീസാനിലേക്ക് ഒരു വലിയ ഭാരമായി ഉപകാരപ്പെടുന്ന അമലായിക്കൊണ്ട് അള്ളാഹു അതിനെ മാറ്റിയെടുക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ادخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين وأذل النفاق والمنافقين وأذل الظلم والظالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وسلم والحمد لله رب العالمين.